കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ദൈവിക സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 12 വാക്യം. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആണ്. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അല്ലെ? അതിൽ 41 അധ്യായമാണ് നമ്മൾ വായിപ്പം തക്കവണ്ണം ഇടവരുന്നത്. സ്തോത്രം. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം ബലപ്പെടുത്തുകയാണ്. എന്താണ് 10 മുതലുള്ള വാക്യങ്ങൾ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാൻ. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം അപ്പൊ ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന ഒരു അനുഗ്രഹീത പ്രവചന ശബ്ദമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇവിടെ. അപ്പൊ നമ്മോട് പോരാടുന്നവരുണ്ട്, അല്ലേ? അപ്പൊ ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. മുൻപോട്ട് എങ്ങനെ, ഇല്ലെങ്കിൽ അടുത്ത ചുവടുകൾ എങ്ങനെ വെക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു തലം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്, അല്ലേ? എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത്, അങ്ങനെയുള്ള സാഹചര്യത്തെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ്. എന്തുവാ? നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്തിലൊന്നുമില്ല, എന്നാൽ പറയാൻ ഒരാളുണ്ട്. അതാണ് നമ്മളെ ഉരുവാക്കിയ, നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ്. ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രമല്ലേ? നിന്നെ ഉദ്ധരിപ്പാൻ, നിന്നെ കഷ്ടതയിൽ നിന്ന് വിടിവിപ്പാൻ, പ്രയാസങ്ങളിൽ നിന്ന് ഉദ്ധരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമായിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് ഇസ്രായേലിന് ദൈവം കൊടുത്ത ഉറപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സേവിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. അവിടെ ഇങ്ങനെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. നിന്നോട് കോപിച്ചിരിക്കുന്നവർ അത് സ്തോത്രം ലജ്ജിച്ച് അമ്പരന്നു പോകും. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. അടുത്ത് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. അപ്പോൾ നമ്മോട് പോരാടുന്ന, നമുക്കറിയാം പലപ്പോഴും പല വ്യക്തികളും നമുക്കെതിരെ നിൽക്കാറുണ്ട്, അല്ലേ? പലപ്പോഴും പല വ്യക്തികളെ പിശാച് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, അല്ല സ്തോത്രം, ഹല്ലേലൂയ, അവർ നമ്മൾ അന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയാത്ത രീതിയിലേക്ക് അവർ മറഞ്ഞു പോകുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. എൻ്റെ അർത്ഥം എന്നതാണ്? നിനക്ക് വിരോധമായി നിൽക്കുന്ന അത് പൈശാചിക മണ്ഡലമാകാം, മാനുഷിക മേഖലകളാകാം. അല്ല സ്തോത്രം, അതിനോട് ക്രമീകരണം നടത്തുന്നില്ലെങ്കിൽ അല്ല സ്തോത്രം ഉദ്ധരിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും അധൈര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല, ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നിന്നോട് പോരാടുന്നവരെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിൽ ഉണ്ട്. അടുത്ത പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും അല്ല സ്തോത്രം ഇല്ലായ്മയും പോലെയാകും, ശൂന്യമായി പോകുമെന്ന്. നാസ്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മോട് യുദ്ധം ചെയ്യുന്നവരുണ്ടല്ലേ? ഇസ്രായേൽ ജനത്തിനെതിരെ, അവരുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയ്ക്കെതിരെ പിറകിൽ നിന്ന് പോരാടിയവരാണ് മിസ്രൈമ്യ സമൂഹം എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴി എന്തുവാ? ചെങ്കടൽ പിളർന്ന് ആ വഴിയിലൂടെ ദൈവം അക്കരയ്ക്ക് നടത്തുമ്പോൾ അതേ വഴിയിൽ തന്നെ, ഇസ്രായേലിന് ദൈവം ഒരുക്കിയ വഴിയിൽ, അതേ ചെങ്കടലിൽ തന്നെ മിസ്രൈമ്യ സമൂഹം മുങ്ങി താഴുവാൻ തക്കവണ്ണം ഇവിടെ പിന്നീട് അവരുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലേക്ക് ദൈവം ഫറവോനെയും കൂട്ടരെ മാറ്റി. എന്താ കാര്യം? ദൈവജനത്തിനെതിരെ പോരാടുന്നവരെ സ്തോത്രം, ദൈവമക്കൾക്കെതിരെ പോരാടുന്നവരെ എല്ലാ കാലത്തും ദൈവം മൗനമായിരുന്നു, വീഴ്ചയ്ക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നിനക്ക് വിരോധമായി നിൽക്കുന്നവരെ ദൈവം നീക്കേണ്ടതിന് നീക്കി, പണിയേണ്ടതിന് പണിത്, ഉദ്ധരിക്കേണ്ടതിന് ഉദ്ധരിപ്പാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ വാഗ്ദത്ത മേഖലകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീർക്കണം. വിരോധമായി നിൽക്കുന്ന മാനുഷിക പൈശാചിക മേഖലകളിൽ ദൈവം തകർക്കണമേ. യഹോവയുടെ കരം വെളിപ്പെട്ട് വരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ്.